ബിരിയാണി കഴിച്ചിട്ട് ചെയ്യാമല്ലോ. ചിലവർക്ക് അത് യുനോ അത് കഴിച്ച് പ്രാക്ടീസ് ചെയ്ത് ശീലമുള്ളവർക്ക് ഓക്കെ. ചിലവർ ഐ ഡോണ്ട് ഈറ്റ് ബിഫോർ ഐ ഗെറ്റ് ഓൺ സ്റ്റേജ്. ഇന്ന് കേരളത്തിൽ അതാണ് പ്രശ്നം. ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് അടക്കം അങ്ങനെയാണ് they are looking at it in terms of how much money your face can bring. And for the past 4 decades I've been performing and see 4 വയസ്സിൽ തുടങ്ങിയതല്ലേ, പക്ഷെ 28 years ആയിട്ടാണ് സ്വന്തം വർക്ക് ചെയ്യുന്നത്. ഈ ഓഡിയൻസിന്റെ ടേസ്റ്റിൽ ഓവർ ദ പീരിയഡ് ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ? the way they appreciate art. അവരുടെ അവയർനെസ് കൂടിയിട്ടുണ്ടെന്നല്ലാണ്ട് അപ്രീസിയേഷൻ അന്നും ഇന്നും നല്ലതാണെങ്കിൽ മാത്രമേ അപ്രീഷിയേറ്റ് ചെയ്യൂ. പിന്നെ കുറെ കൂടെ അക്സെപ്റ്റബിലിറ്റി എന്നെ സംബന്ധിച്ചോളം കൂടിയിട്ടുണ്ട്. they think, oh wow, she can do this, or she is doing this, they see it positively, she is creating change. And എപ്പോഴും ചേഞ്ച് നടത്തുമ്പോൾ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുമല്ലോ. സോ അത്തരം ഒരു അക്സെപ്റ്റബിലിറ്റി ഓഡിയൻസ് സൈഡ് എനിക്ക് പണ്ടും ആക്ച്വലി ഐ വാസ് നോട്ട് വെരി പെർസെപ്റ്റീവ് അബൌട്ട് ദാറ്റ് അക്സെപ്റ്റബിലിറ്റി. ഇറ്റ് ഡിഡ്ന്റ് റിയലി ബോദർ മീ. അപ്പോൾ എനിക്ക് വലിയ ആക്ച്വലി സ്പീക്കിംഗ് ചേഞ്ചസ് ഐ ഓൺലി ഹിയർ പീപ്പിൾ സേ. ബട്ട് അപ്രീസിയേഷൻ അന്നും ഇന്നും if you can't appeal, if your dance can't appeal to the aesthetic sensibility of your viewer, then you're not going to be successful. ഇപ്പോൾ നമുക്കൊരു 100 ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഈവൻ 50 പേർക്ക് ഇഷ്ടമായാൽ തന്നെ നമ്മൾ ജയിച്ചു. ഇപ്പോൾ അതുകൊണ്ടാണ് ഒരു 4-5 വർക്ക് ചെയ്യുമ്പോൾ അതിൽ 3 ചിലവർക്ക് ഇഷ്ടമാവും, 1-2 വേറെ ആൾക്കാർക്ക് ഇഷ്ടമാവും, അത് ഇവർക്ക് ഇഷ്ടാവില്ല. സോ ഇത്തരം ഒരു ഐ ലൈക്ക് ടു പ്ലേ വിത്ത് ദാറ്റ്, വിത്തിൻ ദാറ്റ്. ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഐ റിയലി അവിടെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മാനേജ്മെൻറ്റ് സ്കിൽസും മാർക്കറ്റിംഗ് സ്കിൽസും ഒക്കെ ഞാൻ MBA പഠിച്ചതിൻ്റെ ഗുണമാണ് ഇൻ പാക്കേജിങ് വാട്ട് ഐ ഡെലിവർ ഡ്യൂറിങ് മൈ പെർഫോമൻസ്. അതുപോലെ ക്ലാസിക്കൽ കലകൾക്ക് ഇപ്പോഴും ഒരു ചിട്ടവട്ടങ്ങളുണ്ട്. ഇപ്പോൾ ഒരു റീസെൻ്റ്ലി കലാമണ്ഡലത്തിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നു. നോൺ വെജ് ഫുഡ് കൊണ്ടുവന്നു. അവർ അതിരാവിലെ എണീക്കണം എന്നുള്ള ചിട്ടകളിൽ മാറ്റം വരുന്നു. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്ലാസിക്കൽ കല പഠിക്കുന്ന ആൾ നോൺ വെജ് ഫുഡ് കഴിക്കുന്നത് പ്രശ്നമുണ്ടോ? രാവിലെ എണീറ്റില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? ഇതൊന്നും കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും കലാമണ്ഡലം പോലെ സ്പേസിൽ ഇത്രയും ചിട്ടകൾ വരുന്നതിൻ്റെ ഒരു കാരണം ഉണ്ടാവുമല്ലോ ഇതിനൊക്കെ? അതെ, അതെന്താ വെച്ചാൽ കുറേ പേര് വരുന്ന ഒരു സ്ഥലമാണ്. ഒരു സ്ഥലത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാവർക്കും ഫേവറബിൾ ആവുന്ന ഏറ്റവും ഇപ്പം നമ്മളൊരു ബേസിക് സിവിക് സെൻസ് എന്ന് പറയുന്നത് എന്തിനാണ്? പലവരും വീട്ടിൽ സാധനങ്ങൾ കാലത്ത് കുലത്തായി ഇടും അല്ലേ, പക്ഷേ ഒരു ബേസിക് പ്ലേസിൽ വരുമ്പോൾ ഇത് അങ്ങനെ വെക്കണം നമ്മൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ നിയമം വരുന്നത്. സോ ദാറ്റ് ഒന്ന് ഇറ്റ് ഈസ് ഗുഡ്, ആൻഡ് 2 അത് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിരിക്കും. ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് എ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ. അതേപോലെയാണ് കലാമണ്ഡലത്തിൽ രാവിലെ അണിച്ച് അഭ്യസിക്കുന്നതിൻ്റെ ഒരു ഗുണമുണ്ട്. ഇപ്പം എന്നെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ വർക്കൊക്കെ 3 മണി പുലർച്ചെയാണ് ഇരുന്ന് ഞാൻ കമ്പോസിങ്ങും എല്ലാം എനിക്ക് ആ സമയത്താണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓൾദോ ഐ മേ നോട്ട് പ്രാക്ടീസ് ദെൻ, ഐ ബി ടു ലേസി ടു പ്രാക്ടീസ് ദെൻ. ക്രിയേറ്റിംഗ് മ്യൂസിക്, റൈറ്റിംഗ്, ഡാൻസ്, സ്ക്രിപ്റ്റിംഗ്, ഡാൻസ് ഒക്കെ ആ സമയത്താണ്. പിന്നെ വീണ്ടും ഉറങ്ങും. ഇതൊന്നും എനിക്കിപ്പോൾ ഓർമ്മേനെ ഉണ്ടാവില്ല. പിന്നെ പ്രാക്ടീസിങ് വിൽ ബി എ ടൈം ദറ്റ് ഐ തിങ്ക് ഐ എം മോസ്റ്റ് കംഫർട്ടബിൾ. ബട്ട് നമുക്ക് വെൻ യു ഹാവ് നമ്പേഴ്സ് ഇറ്റ് is to avoid chaos that you bring in discipline. അല്ലെങ്കിൽ chaotic ആവില്ലേ? സോ ആ ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടാണ് ഈ ആർട്ട് ഫോം റിക്വയേഴ്സ് റിജിഡിറ്റി ആൻഡ് ഡിസിപ്ലിൻ ആൻഡ് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ്. സോ രാവിലെ എണിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു ദിവസം ആ രാവിലെ എണിക്കുന്നതിൻ്റെ ഗുണം അവരുടെ കണ്ണിലും ശരീരത്തിലും ഉണ്ട്. ബിഫോർ എനിത്തിങ് ക്യാൻ ഗെറ്റ് ഇൻ ടു യുവർ എനി റട്ട് ക്യാൻ എൻറ്റർ യുവർ സിസ്റ്റം. അതേപോലെ നോൺ വെജ് ഇപ്പൊ ഒരു ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെ ഒരു ഭരതനാട്യം 1 മണിക്കൂർ കച്ചേരി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു മറു ചോദ്യം. ഇതിനെ നോൺ വെജ് ഫുഡിനെ എതിർക്കുന്നവർ ഡയറ്റീഷ്യൻ ആണോ? ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഡയറ്റീഷ്യൻ. ബിരിയാണി കഴിച്ചിട്ട് ചെയ്യാമല്ലോ. അത് ഡിപ്പെൻഡ്സ് ഓൺ ഓരോ ആൾക്കാരുടെ ബോഡി റിക്വയർമെൻ്റ് ആണ്. ചിലവർക്ക് അത് അത് കഴിച്ച് പ്രാക്ടീസ് ചെയ്ത് ശീലമുള്ളവർക്ക് ഓക്കെ. അല്ല ചിലവർ ഐ ഡോണ്ട് ഈറ്റ് ബിഫോർ ഐ ഗെറ്റ് ഓൺ സ്റ്റേജ്. സോ അത് ചിലവർക്ക് നല്ല എനർജി കിട്ടും എന്ന് പറയും. സോ അതൊക്കെ ഓരോരുത്തരുടെയും ബോഡിയുടെ ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ് എല്ലാം വളരെ വേരിഡാണ്. പിന്നെയും ഒരു പെർട്ടിക്കുലർ ഒരു വെന്യൂവിൽ ഡാൻസ് ചെയ്യണമെന്ന് തോന്നുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു വെന്യൂ ഉണ്ടോ? Surya Fest is one such, because other ഭയങ്കര ഡിസിപ്ലിനറി
6:30 പറഞ്ഞാൽ വാതിലടച്ചിരിക്കും. ആൻഡ് ഒരു ഡാൻസറിനെ സംബന്ധിച്ചോളം അത് ഭയങ്കര ക്രൂഷ്യലാണ്. ദറ്റ് you will end your concert within this time. Khajuraho is a wonderful experience. Madras Music Academy is a good stage. പക്ഷേ ഒരിക്കലും ഞാൻ അതുപോലെ തന്നെ അറിയപ്പെടാത്ത വേറെ സ്റ്റേജസും ഉണ്ട് കേട്ടോ. ഇപ്പോൾ വെളിയിലൊക്കെ നമുക്ക് പോകുമ്പോൾ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസസ് ഉണ്ട്. അവിടെയൊക്കെ ഇനിയും പോയി കളിച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നും. ഇപ്പം മദ്രാസിൽ തന്നെ മ്യൂസിയം തിയേറ്റർ ഉണ്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഒരു ഡാൻസറുടെ മുഖശ്രീ, അവരുടെ പ്രായം, ഇതൊക്കെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? Ageism is a problem. I mean, I'm talking more as a block. Organizers ഒരു 50 വയസ്സ് കഴിഞ്ഞാലൊക്കെ ഇഫ് ദേ തിങ്ക് ഒരു പെർസീവ്ഡ് സെൻസ് ഓഫ് ബ്യൂട്ടിയിൽ വരുന്നില്ല, ഹെൽത്തിൽ വരുന്നില്ലെങ്കിൽ ആരെയും വിളിക്കുന്നില്ല. ഞാൻ ചെയ്ത സ്ത്രീ പ്രേക്ഷ അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി ഏജിസം. യാ സോ ദാറ്റ് വി ആർ ഫൈൻഡിങ് ഒരു ആർട്ടിസ്റ്റിന്. ഇപ്പം ഞാൻ ഇനി എൻ്റെ 50 വയസ്സ് കഴിഞ്ഞ 60 വയസ്സ് കഴിഞ്ഞാൽ ഐ എം തിങ്കിങ് എനിക്ക് വയ്യ 2 മണിക്കൂർ പെർഫോം ചെയ്യാൻ. ഞാൻ ആലോചിക്കുന്ന ഇന്ന സ്പേസിൽ വേറെ ആദ്യം ബട്ട് ഐ സ്റ്റിൽ എനിക്കൊരു സെൽഫ് എക്സ്പ്രഷൻ്റെ ഭാഗമായി ഞാനൊരു 10 മിനിറ്റോ 15 മിനിറ്റോ എനിക്ക് കളിക്കണം. അത്രേ എനിക്ക് ആരോഗ്യമുള്ളൂ ചെയ്യാനും, അത്ര മതി എന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ ഒരു സ്പേസ് ഡെസിഗ്നേറ്റ് ചെയ്ത് എടുക്കുകയാണ് എനിക്ക് വേണ്ടി. അപ്പോൾ ഇതൊക്കെയുണ്ട്. കോമ്പറ്റീറ്റീവ് ഫിറ്റിഷിസം എത്ര ഇന്ന് കേരളത്തിൽ അതാണ് പ്രശ്നം. ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ മെയിൻ ഫെസ്റ്റിവൽസ്, ഈവൻ ഇൻ ടൂറിസം നടത്തുന്ന മെയിൻ സ്ട്രീം ഡാൻസ് ഫെസ്റ്റിവൽസിൽ പോലും ഈ ആർട്ടിസ്റ്റിന് എത്ര സ്പോൺസേഴ്സിന് അത് നമ്മുടെ ഗവൺമെൻറ് അടക്കം അങ്ങനെയാണ്. ദേ ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് how much money your face can bring, right? ഒരു ആർട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധമൊന്നുമില്ല ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചും. ഞാൻ എൻ്റെ വർക്കൊന്നും ഇവിടെ പ്രൊഫൈലിങ്ങേ നടന്നിട്ടില്ല. സ്ഥിരമായിട്ട് 1-2 പേര് തന്നെയാണ് ഇവിടെ ഫെസ്റ്റിവൽസ് ക്യൂറേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ എന്തൊക്കെ വർക്ക് പുറത്ത് വരുന്നു. ഇപ്പം എൻ്റെ 2 വർക്കും വെളിയിലാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ നിന്നല്ല കമ്മീഷൻ. സോ അതൊക്കെ വലിയ ഇഷ്യൂസാണ്. ഇപ്പം ഞാനൊരു വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് ഫണ്ട്സ് കിട്ടുന്ന ഗവൺമെൻറ് ഇസ് willing to give me a grant, take this for your എൻ്റെ സ്റ്റേറ്റ്. why look at the center? I'll be happy. Yeah. മേതിൽ ഫാമിലിയിൽ നിന്ന് ഒരുപാട് ഫേമസ് ആളുകൾ വന്നിട്ടുണ്ട്. മേതിൽ രാധാകൃഷ്ണയുടെ എങ്ങനെയാണ് ഫാമിലിയുടെ ഒരു ഒറിജിൻ? പാലക്കാട് തന്നെയാണോ? ഒരു ആർട്ടിസ്റ്റിക് പാരമ്പര്യമുള്ള കുടുംബമാണ്? എന്താണ് ഒരു ബാക്ക്ഗ്രൗണ്ട്? എന്താണ് ഫാമിലിയുടെ? നമ്മൾ പാലക്കാട് തന്നെയാണ്. അതിന് മേത്തിൽ ശരിക്കും ഒരു 5 ഫാമിലീസാണ്. ഓൾദോ ഇപ്പം വേറെ പലവർക്കും മേത്തിൽ എന്നുള്ള ടൈറ്റിൽ ബേസിക്കലി ദ കോർ മേത്തിൽ ഒരു 5 ഫാമിലീസ്. ആൻഡ് മേത്തിൽ രാധാകൃഷ്ണൻ നമ്മളൊക്കെ ശരിക്കും ആ ഇതിലാണ്, ആ ഒരു തറവാട്ടിലാണ്. ആണോ? ഓ ഓക്കെ. സോ കൊച്ചുമാമ അല്ല, അമ്മാവനല്ല, അമ്മയെക്കാട്ടിലും മൂത്തതാണ്. എൻ്റെ ആക്ച്വലി കസിനായിട്ടാണ് വരിക നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ, ഫാമിലി ട്രീ നോക്കുകയാണെങ്കിൽ. പക്ഷേ അവരൊക്കെ ഒരുമിച്ച് ജനിച്ച് വളർന്നുകൊണ്ട് അന്നത്തെ I don't know what the generation was thinking about reproduction, but anyway he is my cousin. അപ്പോൾ അതിൻ്റെ ഒരു സാഹിത്യ പാരമ്പര്യം നമുക്കുണ്ട്. നമ്മുടെ വീട്ടിൽ VK എൻ്റെ വലിയച്ഛനാണ്, VK എൻ്റെ വൈഫ്, നമ്മുടെ സിസ്റ്ററാണ് മേത്തിൽ രാധാകൃഷ്ണൻ. മറ്റേ ദുബായിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ വേറെ കുറേ റൈറ്റേഴ്സ്, അവിടുത്തെ റൈറ്റേഴ്സ് അമ്മ ഒരുപാട് എഴുതിയിരുന്നു. അപ്പോൾ നമ്മുടെ കോൺവെർസേഷൻസിൽ ഇത്തരം ആൾക്കാർ വരികയും പാസീവ് ലിസണേഴ്സാണ്, ഇതിനെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ 2 ചേച്ചിമാരുണ്ട്. മൂത്ത ചേച്ചി രാധിക പിള്ളൈ, രണ്ടാമത്തെ ചേച്ചി ഫോബ്സിൻ്റെ ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് മാനേജിങ് എഡിറ്റർ മേത്തിൽ രേണുക. നമ്മളിലൊക്കെ ഒരു എഴുത്തിൻ്റെ ഒരു സ്ട്രീക്കും ചിന്ത ആണല്ലോ. അവർ എഴുതുന്നു, ഞാൻ ശരീരം കൊണ്ട് എഴുതുന്നു, അത്രയേ ഉള്ളൂ. സോ ഇപ്പം മിസ്റ്റിസിസത്തിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഈവൻ വളരെ ഫെമിലിയർ തീംസ് ലൈക്ക് ഞാൻ ഈയിടെ എഴുതിയത് വാസ് ദ അമ്മായിയമ്മയും മരുമകളും തമ്മിലൊരു കോൺവെർസേഷൻ. അത് മോനിയായിട്ടുള്ളൊരു വർക്കായി. ഇറ്റ്സ് വെരി ഫെമിലിയർ, റൈറ്റ്? അപ്പോൾ അങ്ങനെ വരെ നമ്മുടെ എഴുത്ത് വരുന്നുണ്ട്.
അപ്പോൾ ചിന്തയാണ് എനിക്ക് തോന്നുന്നു. മാത്രമല്ല നമ്മുടെ ഫാമിലിയിൽ പൊതുവെ ഒരു എൻ്റെ അമ്മയായാലും അച്ഛനായാലും എല്ലാവരും ഒരു സ്റ്റക്കപ്പ് നോഷൻ. ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവരൊക്കെ ചിന്താഗതി കൊണ്ട് വളരെ പ്രോഗ്രസീവായിട്ടുള്ള ആൾക്കാരായിരുന്നു. നമ്മളോട് ജാതി മതത്തിനെ പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. ഞാൻ ഇങ്ങോട്ടേക്ക് ഈ ഇന്ത്യൻ ഹൈസ്കൂൾ ദുബായിൽ നിന്ന് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് നമ്മുടെ ആ അഡ്മിഷൻ ആപ്ലിക്കേഷൻ ഫോമിൽ ഈ കാസ്റ്റ് എന്താന്ന് പറയുമ്പോഴാണ് എന്താ കാസ്റ്റ് ഞാൻ ചോദിക്കുന്നത്. അന്ന് ഞാൻ 8ാം ക്ലാസ്സിലാണ്. അമ്മ വാട്ട് യു മീൻ ബൈ കാസ്റ്റ് എന്ന് ചോദിക്കും. അന്നാണ് എൻ്റെ കാസ്റ്റ് പോലും ഞാൻ അറിയുന്നത്. അങ്ങനത്തെ ഒരു അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു ഗുണം എൻ്റെ വർക്കിൽ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. അറിയാണ്ടോ ലൈക്ക് ബീയിങ് എൻവയൺമെൻറ്റ് കോൺഷ്യസ്. അമ്മ 40 വർഷം മുമ്പ് എഴുതിയ ഒരു നോവൽ അത് ഈയിടെ പ്രസിദ്ധീകരിച്ചു, മാതൃഭൂമി. അത് ഐ സോ ദ മാനുസ്ക്രിപ്റ്റ്. ഒന്നും ചെയ്തിട്ടില്ല അമ്മ, 40 വർഷമായി അതങ്ങനെ ഇരിക്കുന്നു. 130 പെറ്റ മുത്തി. ആൻഡ് അതിലൊരു മിത്ത് ഉണ്ട്. ഇറ്റ്സ് ഓൾസോ വെരി കണക്റ്റഡ് ടു ദി ഇക്കോളജി ആൻഡ് എൻവയൺമെൻറ്റ്, റൈറ്റ്? സോ പൊതുവേ ആൻഡ് നമ്മുടെ കുടുംബത്തിൽ ഞാൻ ചില ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുള്ള അവിടെ ശ്രീവിദ്യ ആരാധന സ്ത്രീകൾ നടത്തിയിരുന്നുള്ള കുടുംബമാണ്. എന്നാലോട്ട് നമുക്ക് ആ കുടുംബത്തിൽ നിന്ന് ഒരുപാട് മറ്റ് ഈ പറയുന്ന പൊളിറ്റിക്സിൽ കമ്മ്യൂണിസത്തിലൊക്കെ പോയ കുറേ ആൾക്കാരുണ്ടായിട്ടുണ്ട് അന്നത്തെ കാലത്ത്.